സ്ഥിരമായിട്ട് പുറത്തേക്ക് എടുക്കുക, ഒന്ന് ക്ലീൻ ചെയ്യുക, എന്നിട്ട് ഈ വെള്ളം ഞാൻ എക്സ്ചേഞ്ച് ചെയ്ത് വിടണം. ഓക്കെ, അപ്പൊ ഇത് ഇങ്ങനെ ഞണ്ടിനെ മാറ്റിയിട്ട് ഞാനിത് എക്സ്ചേഞ്ച് ചെയ്ത് വിടുവാണ് സാധാരണ ചെയ്യുന്നത്. നമുക്കിത് മൊത്തം പോകുന്നത് ഇന്ത്യക്ക് പുറത്തേക്കുള്ള കൺട്രീസിലേക്കാണ്. സിംഗപ്പൂർ, തായ്ലൻഡ്, മലേഷ്യ പോലെയുള്ള വാളയ്ക്കൊക്കെ മാക്സിമം 40 രൂപ 50 രൂപ ആ റേഞ്ച് കിട്ടുന്നുള്ളൂ. തിലാപ്പിയ 100 രൂപ 120 രൂപ കിട്ടുന്നത്. ആ സ്റ്റൈലാണ് നമ്മളിപ്പോൾ എത്ര ക്രാബ് പ്രൊഡ്യൂസ് ചെയ്താലും അറ്റ്ലീസ്റ്റ് 1000 റുപ്പീസിന് നമുക്ക് ബൈ ബാക്ക് നമ്മളിപ്പോൾ ഓൾറെഡി എടുക്കുന്നുണ്ട്. പരസ്പരം ഉപദ്രവിക്കും. ഇതിന്റെ അകത്ത് റിലീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓരോ ചാമ്പർ ഓരോന്നിനു വേണ്ടി. ഇനി ഈ വെള്ളം ക്ലീൻ ഇങ്ങനെ കിടക്കുവാണ്. ഇതിലെല്ലാം ഇത് 1.5 കിലോളം സൈസുള്ള ക്രാബാണ്. ഇത് എക്സ്പോർട്ട് ആകാറ്, അതായത് നാളെ മറ്റന്നാളെ വിൽക്കാം നമുക്ക്. ഓക്കെ, ഇത്രയും വലിയ ചണ്ട് ഇത് എത്ര കിലോ കാണും? ഇതിപ്പോ 1 കിലോ ഉണ്ട്. 1 കിലോ ഉണ്ടല്ലേ? സോ ഗൈസ്, നമ്മളിപ്പോൾ കൊച്ചിയിലാണുള്ളത്. ഇതാണ് മിസ്റ്റർ അരുൺ. സോ ഹീസ് ഫൗണ്ടർ ഓഫ് സ്റ്റെം സിസ്റ്റം ആൻഡ് ഇപ്പോൾ നമ്മൾ ക്രാബ് കൃഷിയിൽ ഒരുപാട് വിദഗ്ധനാണെന്ന് പറയാം. അതുപോലെ തന്നെ ഇതിൻ്റെ മെയിൻ ഫോക്കസ് അക്വാകൾച്ചറാണ്. കരിമീൻ അതുപോലെ ഞണ്ടെല്ലാം ഉണ്ടല്ലേ? അപ്പം ക്രാബ് കൃഷി അത് മോഡേൺ ടെക്നോളജിയിലാണ് ചെയ്യുന്നത്. അതിനെക്കുറിച്ചൊന്ന് പറയാമോ? തീർച്ചയായിട്ടും. നമ്മളിപ്പോൾ ചെയ്യുന്ന പറഞ്ഞാൽ ഫാറ്റനിങ് പ്രോസസ് എന്ന് പറയും, മലയാളത്തിലാണ് കൊഴുപ്പിക്കൽ എന്ന് പറയും. ഇത് ഒരു വാട്ടർ ക്രാബ് ആണ്. ഇത് അത്യാവശ്യം നമുക്ക് താഴത്തേക്ക് ബ്രസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ആയിരിക്കും. ഇതിനെ കൊണ്ടുവന്ന് കുറച്ച് ദിവസം നമ്മൾ നല്ല ഫീഡും അതിന് മിനറൽസ് ഒക്കെ കൊടുത്തിട്ട് നമ്മൾ ഫാറ്റൻ ആക്കി എടുക്കും. ഇതിപ്പോ എക്സ്പോർട്ട് ക്വാളിറ്റിയാണ്. അപ്പൊ ഇത് ഫാറ്റൻ ആയ ക്രാബ് എന്ന് പറയുമ്പോൾ ഒരു 30 to 40 ഡേയ്സിനുള്ളിൽ നമുക്ക് ക്രാബിനെ എക്സ്പോർട്ട് ക്വാളിറ്റി ആക്കി മാറ്റാം. അതാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ, ഇതിന്റെ വിത്താണോ മേടിക്കുന്നത്? നിങ്ങൾ ഇങ്ങനെ ബ്രീഡ് ചെയ്തെടുക്കുമായിരുന്നു? നമുക്ക് ഇപ്പൊ കിട്ടുന്നത് വിത്താണ്. ഇത് നമ്മൾ ഫിഷർമാന്റെ കയ്യിൽ നിന്ന് ഡയറക്റ്റ് കളക്ട് ചെയ്യും. കൂടാതെ മറൈൻ പ്രൊഡക്റ്റ് എക്സ്പോർട്ട് ഡെവലപ്മെന്റ് അതോറിറ്റി അവർ കൊടുക്കുന്ന വെൻഡേഴ്സിന്റെ നമ്മൾ കളക്ട് ചെയ്യാറുണ്ട്. അങ്ങനെ കളക്ട് ചെയ്യുന്നതിനെയാണ് ഡെയിലി ഇവിടെ കൊണ്ടുവന്ന് ഫാറ്റൻ ചെയ്യിപ്പിക്കുന്നത്. സിമ്പിൾ സിസ്റ്റം ആണ്. ബക്കറ്റിന്റെ ഉള്ളിൽ ചെയ്യുന്നുണ്ട്, കുറച്ച് റീസർക്കുലേറ്ററി സിസ്റ്റം ചെയ്യുന്നുണ്ട്. ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ളത് ബക്കറ്റ് സിസ്റ്റം. അപ്പോൾ ആൾക്കാർക്ക് ഒരുപാട് ക്യൂരിയസ് ആണ് ബക്കറ്റിനകത്ത് ഞണ്ട് വളർത്താൻ. അപ്പം അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ അരുൺ ചേട്ടാ പറഞ്ഞു തരും. അപ്പം നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊക്കെ ഒന്ന് നോക്കി കണ്ടെല്ലാം മനസ്സിലാക്കാം. അപ്പം ആൾക്കാർ ക്യൂരിയസ് ആണ്. ഇപ്പം ഞണ്ട് ശരിക്കും വെള്ളത്തിനകത്തൊക്കെയാണ്, നോർമലായിട്ട് കണ്ടത്തിലും പാടത്തിലൊക്കെയാണ് നമ്മൾ സാധാ ഞണ്ടിനെയൊക്കെ പിടിക്കാനൊക്കെ പോകുന്നത്. അപ്പോൾ ഈ ഒരു ബക്കറ്റ്, ഈ ഒരു ഐഡിയ എങ്ങനെയാണോ ആദ്യം വന്നത്? അതുപോലെ തന്നെ ഇതിപ്പോ എത്ര വർഷമായി ചെയ്യാൻ തുടങ്ങി? നമ്മളിപ്പോ ചെയ്യാൻ തുടങ്ങിയിട്ട് 2.5 കൊല്ലമായി. 2.5 കൊല്ലം. ഈ ഐഡിയ വന്നതെന്ന് പറഞ്ഞാൽ ഇതിന്റെ ഫാറ്റനിങ് കൂടുതൽ നമ്മൾ റിസർച്ച് ചെയ്യാൻ. ഞാനിപ്പോ PG ചെയ്തപ്പോൾ ഇതിലാണ് നമ്മുടെ തീസിസ് വർക്ക് വന്നത്. അപ്പൊ ഇത് റിസർച്ച് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി കുറെ കൂടെ നമുക്ക് എളുപ്പത്തിൽ എല്ലാവർക്കും ചെയ്യാവുന്ന രീതിയിൽ കൊണ്ടുവരാമെന്നുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ ഒരു ചെറിയ സ്പേസിലേക്ക് ഇത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നത്. ചെറിയ സ്പേസിലാണ് നമ്മളിപ്പോ ബക്കറ്റിൽ ഫാം ചെയ്യുന്നത്. നോക്കി. ഓക്കെ, ഇതിനകത്തെല്ലാം ഇങ്ങനെ കിടക്കുവാണ്. ഞാൻ ഇതിലെല്ലാം ഇരിക്കുമല്ലേ? നോക്കി പിടിച്ചില്ല. ഇത് 1.5 കിലോളം സൈസുള്ള ക്രാബാണ്. ഇത് എക്സ്പോർട്ട് ആകാറ്, അതായത് നാളെ മറ്റന്നാളെ വിൽക്കാം നമുക്ക്. ഓക്കെ, നാളെ മറ്റന്നാളെ അല്ലേ? 1.5 കിലോ സൈസുള്ള കണ്ട സൈസ് 1.5 കിലോ സൈസുള്ള ക്രാബ് ഉണ്ട്. എല്ലാ ബക്കറ്റിലും ആ സൈസുള്ള ക്രാബുകളാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഒരു സമയം എത്ര? നിങ്ങൾ ഈ അതായത് വിത്ത്, അതായത് ചെറിയ ഇതിപ്പോ നമുക്ക് ഇവിടെ കിട്ടുന്ന ക്രാബ് എന്ന് പറഞ്ഞാൽ 500 ഗ്രാം സൈസുള്ള ക്രാബിനാണ് 300 to എബോവ് നമ്മൾ എടുക്കാറുണ്ട്. അത് ഇവിടെ കൊണ്ടുവന്നിട്ട് 2 പ്രോസസ് ചെയ്യും. ഒന്ന് ഫാറ്റൻ ചെയ്യിപ്പിക്കും, രണ്ടാമത്തെ നമ്മൾ അതിനെ മോൾട്ട് ചെയ്യിപ്പിക്കും, തോട് ഒഴിപ്പിച്ച് കളഞ്ഞിട്ട് അടുത്ത സ്റ്റേജിലേക്ക് മാറ്റും. അങ്ങനെ 2 രീതിയിൽ നമ്മൾ കൃഷി ചെയ്യാറുണ്ട്. മേ ബി ഒരു 30 to 45 ഡേയ്സ് ആണ് നമുക്ക് ഫാറ്റനിങ് പ്രോസസ്. അതായത് 1 മാസം തൊട്ട് 2 മാസത്തിന് ഇടയ്ക്ക് നമുക്ക് കിട്ടും. അപ്പൊ നിങ്ങൾ നോർമൽ ഫീഡ് ഒക്കെ എങ്ങനെയാണ് കൊടുക്കുന്നത്? നമ്മളിപ്പോ കൊടുത്തോണ്ടിരിക്കുന്ന ട്രാഷ് ഫിഷ് ആണ്. അതായത് ഫിഷ് വേസ്റ്റ് അല്ലെങ്കിൽ ഫിഷ് പോലുള്ള സാധനങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത്. കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ അവർ കഴിക്കുന്നതായിട്ട് കാണാം നമുക്ക്. ഓക്കെ, നല്ല അഗ്രസീവ് ആണല്ലേ? ഭയങ്കര അഗ്രസീവ് ആണ്. നോക്കിയില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഉപദ്രവമായിരിക്കും. നമ്മുടെ കൈവരൽ പോകാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഉപദ്രവം കിട്ടാം. അപ്പൊ ഇവര് നമ്മൾ ഇങ്ങനെ കണ്ണ് പൊത്തിയിട്ട് പുറകിന്നാണ് ഇങ്ങനെ പിടിച്ചെടുക്കുക. ഇത്രയും സൈസ് ഉണ്ട്. മാക്സിമം സൈസ് ക്രാബാണ്. ഓക്കെ, നല്ല സൈസ് ഉണ്ട്. അതുപോലെ ഇത് ഒരു കാണുമല്ലേ 1 കിലോ ഒക്കെ അടുത്ത്? ഇത് 1.5 കിലോ സൈസ് ഓൾവേസ്. ഇത് നമ്മുടെ ഡെന്റീഷൻ പോലെ അത്രയും കട്ടിയുള്ള പല്ലുകളാണ്, നല്ല കടി കിട്ടാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഇവര് കഴിക്കുന്നത് ഇവിടുത്തെ ഈ പല്ലുകൾ ഉപയോഗിച്ചിട്ടാണ്. കണ്ണുകള്, പിന്നെ ഇതൊരു സെൻസിങ് ആന്റിന ഉണ്ട്. ഇതാണ് പൊതുവെ സില്ല സെറേറ്റ വിഭാഗത്തിൽ പെടുന്ന പച്ചക്കാലം ഞണ്ടുകൾ എന്നാണ് നമ്മൾ പറയുന്നത്. കാണാനൊരു ചെറിയ ഗ്രീനിഷ് യെല്ലോ അല്ലെങ്കിൽ ബ്ലൂ കളർ ആയിരിക്കും പൊതുവെ ഇവർക്ക് ഉണ്ടാവുക. മഡ് ക്രാബ് വെറൈറ്റിയിലെ ഏറ്റവും എക്സ്പോർട്ട് ക്വാളിറ്റി മാർക്കറ്റുള്ള ഞണ്ടാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ ഇത് കൂടുതൽ നിങ്ങൾ കേരളത്തിൽ തന്നെയാണോ അതോ കേരളത്തിൽ? ഇല്ല, നമുക്ക് ഇത് മൊത്തം പോകുന്നത് ഇന്ത്യക്ക് പുറത്തേക്കുള്ള കൺട്രീസിലേക്കാണ്. സിംഗപ്പൂർ, തായ്ലൻഡ്, മലേഷ്യ പോലെയുള്ള സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസിലേക്ക്. ഇതിന്റെ എക്സ്പോർട്ടിംഗ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ MPDAയുടെ ലൈസൻസ് ഉള്ള വെൻഡേഴ്സ് നമ്മൾ അയച്ചു കൊടുക്കുക. അവർ ഇവിടുന്ന് ജോയിന്റ് വെഞ്ചർ ആയിട്ട് നേരെ സിംഗപ്പൂരേക്ക് അയക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഞണ്ട് കൃഷിയുടെ താല്പര്യം അല്ലെങ്കിൽ മേടിക്കാനൊക്കെ വാങ്ങാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു സിസ്റ്റം ഒന്ന് പറയും, വയറും. തീർച്ചയായിട്ടും. ഇത് നോക്കി, ഇത് എല്ലാത്തിനെയും ഞണ്ടുണ്ട്. ഈ ഞണ്ടുകൾ എല്ലാവർക്കും നമ്മൾ
എയറേഷൻ കൊടുത്തേക്കുവാണ് ഈ കാണുന്നത്. ഇതാണ് എയറേഷൻ അല്ലേ? എയറേഷൻ കൊടുത്തേക്കുന്നതാണ് ഈ കാണുന്നത്. ഇപ്പൊ പുതിയതായിട്ട് ഒരു ഞണ്ട് വന്നു കഴിഞ്ഞാൽ ഞണ്ടിന് ആവശ്യമായിട്ടുള്ള എയറേഷൻ സംവിധാനം നമ്മൾ കൊടുക്കണം. പിന്നെ ഇപ്പൊ നിങ്ങൾക്ക് അറിയാം, കേരളത്തിൽ ഇപ്പൊ നമുക്ക് മൺസൂൺ ആയതുകൊണ്ട് ഉപ്പുവെള്ളം നമുക്ക് കിട്ടത്തേ ഇല്ല. ഞങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഉപ്പുവെള്ളമാണ് വേണ്ടത്. ഇത് വളരാനായിട്ട് നമുക്ക് കായൽ വെള്ളം, കായൽ എന്ന് പറയുമ്പോൾ ഒരു 15% ഉപ്പുള്ള വെള്ളമാണ് വേണ്ടത്. നമ്മൾ ഇവിടെ കൊണ്ടുവന്നിട്ട് ആ ഉപ്പ് മിക്സ് ചെയ്ത് മിനറൽസ് കോമ്പോസിറ്റ് ചെയ്തിട്ടാണ് ഇതിലെല്ലാത്തിനും കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞണ്ടിന് ഫാറ്റനാകാൻ, അതായത് ഉറയ്ക്കാൻ വളരെ പെട്ടെന്ന് പറ്റും. ഫാറ്റനിങ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ സയന്റിഫിക് ആയിട്ട് പറഞ്ഞാൽ തോടിന് കട്ടി വെക്കണം, അകത്ത് മാംസം കിട്ടണം. അപ്പൊ ഇതിന് കാൽഷ്യം കണ്ടന്റ്, അതാണ് മഗ്നീഷ്യം, കാൽഷ്യം, പൊട്ടാഷ്യം. ഇതുകൊണ്ടാണ് കടൽ വെള്ളം വേണം എന്ന് പറയുന്നത്, അല്ലെ കായൽ വെള്ളം വേണം. അതുകൂടാതെ ഫീഡ് കൊടുക്കണം, നല്ല ഫീഡ്, നല്ല മാംസം കൊടുക്കണം. നമ്മളിവിടെ ഫിഷിന്റെ വേസ്റ്റ് വരുന്നതാണ് കൊടുത്തോണ്ടിരിക്കുന്നത്. അപ്പൊ ഞണ്ട് പെട്ടെന്ന് ഫാറ്റനാവും. അതുപോലെ നിങ്ങൾ പറഞ്ഞു കരിമീൻ കൃഷിയും വേറെ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അപ്പൊ അതിനകത്തുള്ള ഫീഡും ഏകദേശം ഇതൊക്കെ തന്നെയാണ്? അല്ലല്ല, അതിന്റെ അകത്ത് കൊടുത്തോണ്ടിരിക്കുന്ന പെല്ലറ്റ് ഫീഡാണ്. പൊങ്ങി കിടക്കുന്ന എക്സ്ട്രൂഡഡ് ഫിഷ് ഫീഡ് എന്ന് നമ്മൾ പറയും. അതാണ് നമ്മൾ പെല്ലറ്റ് ഫീഡാണ് കൊടുക്കുന്നത്. ഇവിടെ നമുക്ക് ഫിഷ് മാത്രമേ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഈ ബക്കറ്റ് സിസ്റ്റം അല്ലേ? അതെ, ബക്കറ്റ് സിസ്റ്റം ആണ്. പിന്നെ വേറൊരു സിസ്റ്റം കൂടെ പറഞ്ഞു. ഇനിയുള്ളത് PVC RA സിസ്റ്റം എന്ന് പറയും. അതായത് ഞണ്ട് ഇരിക്കുന്ന, ഇതിപ്പോ നമ്മൾ ഡെയിലി വെള്ളം മാനുവലി എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഡെയിലി ഈ വെള്ളം ഞണ്ടിനെ എടുത്തിട്ട് ഞാൻ ഈ ബക്കറ്റിൽ നിന്ന് ഞണ്ടിന് സ്ഥിരമായിട്ട് പുറത്തേക്ക് എടുക്കുക, ഒന്ന് ക്ലീൻ ചെയ്യുക, എന്നിട്ട് ഈ വെള്ളം ഞാൻ എക്സ്ചേഞ്ച് ചെയ്ത് വിടണം. ഓക്കെ, അപ്പൊ ഇത് ഇങ്ങനെ ഞണ്ടിനെ മാറ്റിയിട്ട് ഞാനിത് എക്സ്ചേഞ്ച് ചെയ്ത് വിടുവാണ് സാധാരണ ചെയ്യുന്നത്. വെള്ളം എല്ലാം കളഞ്ഞിട്ട് പുതിയ വെള്ളം നമ്മൾ ഇതിന്റെ അകത്ത് ഒഴിക്കണം. അപ്പൊ അതിന് അതെ, നമ്മൾ അക്യൂറിയത്തിലൊക്കെ മെയിൻറ്റെയിൻ ചെയ്യത്തില്ലേ, ആ ഒരു മോഡലിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഇതിന്റെ പ്രശ്നം എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവർക്കും ഇത് ചെയ്യാനുള്ള സമയം കിട്ടില്ല. അത് മാത്രമല്ല, ഇപ്പൊ ഞങ്ങൾക്ക് ഇവിടെ മാത്രം 30 ഞണ്ടുണ്ട്. അപ്പൊ അതിൽ കൂടുതലായി കഴിയുമ്പോൾ നമുക്ക് ഡെയിലി അത് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് വരും ഫിസിക്കലി. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, അത് കുറച്ചും കൂടെ എഫിഷ്യന്റ് ആയിട്ടുള്ള രീതിയിൽ RA സിസ്റ്റം ആയിട്ട് മാറി, അതായത് ഓട്ടോമാറ്റിക്കലി വെള്ളം മാറിക്കൊണ്ടിരിക്കും. അപ്പൊ അതുപോലെ തന്നെ കുറച്ച് വ്യൂവേഴ്സിന് ഒരു ചെറിയ ഡൗട്ട് ഉണ്ട്, ഇത് വളരെ എളുപ്പമാണെന്നാണ് കാണുന്നവർ വിചാരിക്കുന്നത്. കാരണം ഒരു ബക്കറ്റ്, ഒരു ഞണ്ട്, അതുപോലെ എയറേഷൻ കൊടുക്കും. പക്ഷെ ഇതിനകത്തുള്ള റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയാം. തീർച്ചയായിട്ടും നമുക്ക് വൈൽഡ് കോട്ട് ആയിട്ടുള്ള ക്രാബിനെയാണ് നമുക്ക് ഫാറ്റൻ ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ ക്വാറന്റൈൻ ചെയ്യണം. വെള്ളം എടുക്കുമ്പോഴത്തേക്കും വെള്ളം ഡിസിൻഫെക്ട് ചെയ്ത് ക്ലോറിനേറ്റ് ചെയ്യണം. പിന്നെ ഇവർക്ക് ആവശ്യമായിട്ടുള്ള മിനറൽസ് കൃത്യമായിട്ട് കോമ്പോസിറ്റ് ചെയ്യണം, കൃത്യമായിട്ട് ഫീഡ് കൊടുക്കണം. നമ്മൾ എന്നും റെഗുലേറ്റ് ചെയ്ത് പോയാൽ മാത്രമേ എല്ലാ ദിവസവും നമ്മൾ ചെയ്യും, അല്ലെങ്കിൽ പണിയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ കാണുന്ന വലിയ ടാങ്കിലാണ്, ആദ്യം റിസർവ് ടാങ്കിലാണ് വെള്ളം മിക്സ് ചെയ്യുന്നത്. ബയോഫ്ലോക്ക് ആണ്. ആ ബയോഫ്ലോക്ക് ആയിരുന്നു നമ്മൾ ഹാർവെസ്റ്റ് ചെയ്തു. ഇപ്പൊ നമ്മള് മഴ ആയതുകൊണ്ട് അതിന്റെ അകത്ത് വെള്ളം നിറച്ചേക്കുവാണ്. ഇപ്പൊ 5000 ലിറ്റർ വെള്ളം അതിന്റെ അകത്തുണ്ട്. ആ വെള്ളം യൂസ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് എടുത്തത്. അതിന്റെ അകത്ത് നമ്മൾ വെള്ളം പിടിച്ചിട്ട് ആ വെള്ളമാണ് നമ്മൾ ആദ്യം ഡിസിൻഫെക്ട് ചെയ്യും, ഫുള്ള് ബ്ലീച്ച് ചെയ്ത് നല്ല വെള്ളമാക്കി മാറ്റും. അതിന്റെ അകത്ത് ഒരു പാത്തജനകത്ത് വരാൻ പാടില്ല. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഞണ്ടിനെ കൊണ്ടുവന്ന് ക്വാറന്റൈൻ ചെയ്യും. അപ്പൊ ഈ ഞണ്ട് എവിടെ നിന്ന് നിങ്ങൾ എടുക്കുന്നത്? നമ്മളിപ്പോ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഫിഷർമാൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻലാൻഡ് ലാൻഡിംഗ് സെന്റേഴ്സിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. അതെല്ലാം ഡെയിലി കളക്ഷൻ ഇവിടെ കൊണ്ടുവരും. ഇപ്പൊ ഇന്ന് കാണിച്ച ഞണ്ടുകൾ. അപ്പൊ ഇത് 30 ദിവസം അല്ല, അത് ഒരു 2 മാസം കൊണ്ട് ഹാർവെസ്റ്റ് ചെയ്യാനായിട്ട് നോക്കും. ഇത് പ്രോസും ഉണ്ട്, കോൺസും ഉണ്ട്. ഇപ്പൊ ഈ ഇരിക്കുന്ന ഞണ്ട് വന്നിട്ട് ഏകദേശം 30 ഡേയ്സ് ആയിട്ടുള്ളൂ. ഓൾറെഡി ഫാറ്റൻ ആയിട്ടുണ്ട് ഓൾമോസ്റ്റ്. അപ്പൊ നമുക്ക് ഇപ്പോഴത്തെ പ്രൈസ് അനുസരിച്ച് ഒരു 3000 റുപ്പീസ് പെർ കിലോ എന്ന രീതിയിൽ ഈ പ്രൈസ് ഇതിന് കിട്ടുന്നുണ്ട്. പക്ഷെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് മെയിൻറ്റെയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇതിന്റെ ഇടയ്ക്ക് ലോസ് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഇതിന്റെ കളറേഷൻ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞു. ഇപ്പൊ സാധാരണ എല്ലാവരും ഇൻഡോർ സിസ്റ്റത്തിലൊക്കെ വളർത്തുമ്പോൾ ഇതിന് മേളിലൊക്കെ കളർ വരുന്നതായിട്ട് കാണാറുണ്ട്. അപ്പൊ നമ്മൾ വാട്ടർ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യില്ലെങ്കിൽ ഇവിടെയൊക്കെ നമുക്ക് സ്ക്രാച്ചസ് വരാറുണ്ട്. കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇതെല്ലാം മീറ്റാണ് കേട്ടോ. ഇതുണ്ട്, ഇതൊക്കെ റിച്ച് നല്ല തള്ളി നിൽക്കുന്ന മീറ്റാണിത്. ഓൾറെഡി പുള്ളിയെ സെയിൽ ചെയ്യാറായിട്ടുള്ളതാണ്. ഇതാണ് മഡ് ക്രാബ്. ഇത് നമ്മൾ കൊണ്ടുവരുന്ന സ്റ്റേജിൽ വിളിക്കുന്നതാണ് വാട്ടർ ക്രാബ്. അപ്പൊ ചേട്ടായി പറഞ്ഞ പോലെ 2 മാസത്തിനുള്ളിൽ ഹാർവെസ്റ്റ് ചെയ്തില്ലെങ്കിൽ ഇതിന്റെ കാലാവധി എത്ര? അത് കഴിയുമ്പോഴത്തേക്കും വീടും തോട് ഒഴിക്കും. അതായത് പിന്നെയും വലുതാവുകയാണ്. പക്ഷെ ഈ 1 കിലോക്ക് അടുത്തുള്ളതാണെങ്കിൽ ഒരു 3 മാസം വരെ എടുക്കും അടുത്ത തോട് വരാനായിട്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എപ്പോ ഫാറ്റൻ ആവുന്നു. ഇതിന്റെ ഒരു മാക്സിമം ഗെയിനിങ് സൈസ് എത്രയാണ്? 2 കിലോ വരെയുള്ള ക്രാബ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ശ്രീലങ്കൻ മഡ് ക്രാബ് ആണെങ്കിൽ 4 കിലോ വരെയൊക്കെ പോകാറുണ്ട്. അതുപോലെ തന്നെ ലൈഫ് സ്പാൻ ഒരു 2.5 കൊല്ലം 3 കൊല്ലം വരെ നിൽക്കാറുണ്ട്. 2.5 വർഷം. അപ്പം ഇതിന്റെ എക്സ്പോർട്ട് ക്വാളിറ്റി എന്ന് പറയുന്നത് ഏതാണ്? 2 മാസം വരെ ആണോ? എക്സ്പോർട്ട് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എപ്പോ ഫാറ്റൻ ആവുന്നോ, എപ്പോ ഞെക്ക് കൊള്ളുമ്പോൾ ഇതാവുന്നു അപ്പൊ നമുക്ക് വിൽക്കാനായിട്ട്. അതുപോലെ തന്നെ ഇതിന്റെ ഒരു റീപ്രൊഡ്യൂസിംഗ് സൈക്കിൾ ഒക്കെ എങ്ങനെയാ? ഇപ്പൊ റീപ്രൊഡ്യൂസിംഗ് സൈക്കിൾ എന്ന് പറയുമ്പോഴത്തേക്കും 1 കിലോ സൈസ് എടുത്ത മെയിലും ഫീമെയിലും ആണ് ഇപ്പൊ റീപ്രൊഡക്ഷൻ നടന്നത്. അപ്പൊ ഒരു ഒരെണ്ണത്തിന് അത് എത്ര മുട്ട? 5 ലക്ഷം കുഞ്ഞുങ്ങളുണ്ട്. 5 ലക്ഷം. പക്ഷെ ഇത് കാനിബോളിസം എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് അത് തന്നെ കഴിക്കും, പരസ്പരം കുഞ്ഞുങ്ങളും കഴിക്കും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരു 5000 വരെയൊക്കെ സർവൈവ് ചെയ്ത് കിട്ടാറുണ്ട്. അപ്പൊ 5000 വരെ കിട്ടും.
അപ്പം അത് നമുക്ക് ബ്രീഡ് ചെയ്തെടുത്ത് വിൽക്കുകയും ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഞണ്ട് കൃഷിയില്ല ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. പിന്നെ നമുക്ക് അടുത്ത സിസ്റ്റത്തിലേക്ക് പോകാം. ഇതാണ് ബക്കറ്റ് സിസ്റ്റം. അപ്പം നമ്മൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി. ഇനി അടുത്തത് PVC അല്ലേ? അതെ, രാവിലെ എടുത്തു വെച്ചാ അല്ലേ? ഇന്ന് വന്നതാ വാട്ടർ ക്രാബ്. ഇതാണ് നമ്മുടെ ഒരു ബ്രീഡിങ്ങിന്റെ നമ്മൾ ഫാറ്റൻ ചെയ്യാൻ കൊണ്ടുവരുന്ന ക്രാബുകൾ, അല്ലെങ്കിൽ മോൾട്ടിംഗ് എന്ന് പറയും, മോൾട്ട് ചെയ്യാൻ കൊണ്ടുവരുന്ന ക്രാബുകളാണ് ഇതൊക്കെ. അപ്പൊ ഇവരെ കൊണ്ടുവന്ന് അക്ലിമേറ്റ് ചെയ്ത് ഹൈഡ്രോഫോണിക്സ് പോലെയാണ്. അത് തന്നെ ഹൈഡ്രോഫോണിക്സ് പോലെ തന്നെയാണ്, അതിൽ വ്യത്യാസമൊന്നുമില്ല. ഈ PVC പൈപ്പിൽ കൂടെ വെള്ളം ഒഴുകും. മോളിൽ കൂടെ വെള്ളം വരും, താഴെ കൂടെ വെള്ളം ക്ലീൻ ആയിട്ട് പോകും. ഇത് നമ്മൾ ചെലവ് കുറഞ്ഞ രീതിയിലാണ് ഇപ്പൊ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ബോക്സ് ഐറ്റംസ് കിട്ടാനുണ്ട്. അപ്പൊ ഇത് പഠിക്കാൻ ആൾക്കാർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മള് ഇവിടെ ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും പറഞ്ഞു കൊടുത്ത ഒരു കമ്മ്യൂണിറ്റി ഞങ്ങൾ ഇപ്പൊ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു 60 പീപ്പിൾ നമുക്കിപ്പോ എൻഗേജ്ഡ് ആണ് ഇതിന്റെ അകത്ത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കൊരു കമ്മ്യൂണിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ബൈബാക്ക് ചെയ്യാനും കേരളത്തിൽ നിന്ന് ഇപ്പൊ എക്സ്പോർട്ട് ചെയ്യാനും പറ്റും. ഇപ്പൊ ഇന്ന് വ്യാഴാഴ്ചയല്ലേ, നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമ്മുടെ ഫാർമേഴ്സ് ഇന്ന് കൊണ്ടുവരും. നമുക്ക് ഇന്ന് ഏകദേശം ഒരു 25 കിലോളം ക്രാബിന്റെ ഓർഡർ ഉണ്ട്. അപ്പൊ ഇതിനെ കൊണ്ടുവന്ന് ക്ലീൻ ചെയ്തിട്ട് ഇത് അറ്റാക്ക് ചെയ്യും. അത് നന്നായിട്ട് അറ്റാക്ക് ചെയ്യും. കെട്ടിയതില്ലെങ്കിൽ പരസ്പരം ഉപദ്രവിക്കും. ഇതിനെ ഇതിന്റെ അകത്ത് റിലീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്, ഓരോ ചാമ്പർ ഓരോന്നിനു വേണ്ടി. ഇനി ഈ വെള്ളം ക്ലീൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതെടുത്ത് മാറ്റിയിട്ട് ഈ വെള്ളം നമുക്ക് ക്ലീൻ ചെയ്ത് കളയാനായിട്ട് വാൽവ് തുറന്നു കഴിഞ്ഞാൽ അതെ വേസ്റ്റ് ഇങ്ങനെ പോകും. ഇത് ആ പൈപ്പ് വേസ്റ്റ്. അതെ വേസ്റ്റ് പൈപ്പ്. ഇത് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ മെക്കാനിക്കലി നമ്മൾ മാനുവലായിട്ട് ഈ വെള്ളം നമുക്ക് വേണമെങ്കിൽ ഇങ്ങോട്ടും വിടത്തില്ല. ഇല്ല, നമ്മളിപ്പോ റീസൈക്കിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു 4 മാസം വരെ ഒരേ വെള്ളം തന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഈ പുഴയിലെല്ലാം ഈ മീൻകുളത്തിലൊക്കെ ഇപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നല്ല വെള്ളമായി മാറി. അതാണ് ആ പായൽ കാണുന്നത്. പായലുള്ളതെന്ന് പറഞ്ഞാൽ നല്ല വെള്ളമാണ്. പക്ഷെ ഈ നല്ല വെള്ളത്തിൽ നമുക്ക് ക്രാബ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതെടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് ആ മിക്സ് യൂസ് ചെയ്തിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സിമ്പിൾ ആണ്. എങ്ങനെയാണോ നമ്മൾ റീഫ് അക്വേറി, അതായത് ഈ സീ ഫിഷ് ഒക്കെ നമ്മൾ ഇത് വളർത്തുമല്ലോ, നീമോ ഫിഷ് ഒക്കെ, അതേപോലെ തന്നെ നമ്മൾ ഉപ്പുവെള്ളമാക്കി മാറ്റിയിട്ടാണ് ഇതിന്റെ അകത്ത് വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം പിന്നെ വേറൊരു കാര്യം കൂടെ, ഇതിനകത്ത് വലുതായിട്ടാണ് നമ്മൾ ഇതിന്റെ ബക്കറ്റിലോട്ട് മാറ്റുന്നത്, അതോ ഇതിനകത്ത് തന്നെ? ഇതിന്റെ അകത്ത് മാക്സിമം 800 ഗ്രാം സൈസ് ഉള്ളത് വരെ നമുക്ക് പാറ്റേൺ ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിയുമ്പോൾ നമുക്ക് അടുത്തേക്ക് മാറേണ്ടി വരും. ഇതിൽ കുറച്ചും കൂടെ വലിയ ബോക്സസ് ഇപ്പൊ അവൈലബിൾ ആണ്. അത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 കിലോ സൈസ് ചേട്ടാ പറഞ്ഞ പോലെ ഇതൊരു പ്രൈമറി സിസ്റ്റം ആണോ? ആദ്യം കൊണ്ടുവരുമ്പോൾ ഇടുന്നതാണോ ഇത്? 2 രീതിയിലും ചെയ്യാം. നമുക്ക് എല്ലാ സൈസുള്ള ക്രാബിനും സെയിലുണ്ട്. 300 ഗ്രാം ടു 500 ഗ്രാം, അതിനെ മീഡിയം എന്ന് വിളിക്കും. 500 ഗ്രാം തൊട്ട് 750 വരെയുള്ളതിനെ ബിഗ് എന്ന് പറയും. 750 to 1 കിലോ വരെയുള്ളതിനെ നമ്മൾ ഷർട്ട് പറയുന്ന പോലെ XL വിഭാഗത്തിൽ വരും. 1 കിലോ ആൻഡ് എബോ XXL എന്ന് പറയുന്നത്. അപ്പൊ ഈ എല്ലാ വിഭാഗത്തിനും ഓരോ പ്രൈസ് റേഞ്ച് ആണ്. സംതിങ് നിയർലി 1000 to 3200 വരെ നമുക്ക് ഓരോ സൈസിനനുസരിച്ച് ഗ്രേഡ് വരും. നമുക്കിപ്പോ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, കേരളത്തിന് പുറത്ത് ഇപ്പൊ ഭയങ്കരമായിട്ട് ഡിമാൻഡ് ആയിട്ട് വരുന്നു ഞണ്ട്. തീർച്ചയായിട്ടും ഇപ്പൊ നമുക്ക് ഏരിയയില് അപ്പോൾ എല്ലാവരും ഈ റെസ്റ്റോറൻറ്റിലൊക്കെയാണ് ഫസ്റ്റ് പ്രയോറിറ്റി സീ ഫുഡ് ക്രാബാണ്. അതെ, അപ്പം അതുപോലെ കേരളത്തിലാണേലും അതെ. ഇപ്പൊ നമുക്ക് ഇതിന്റെ പ്രത്യേകത കമ്മ്യൂണിറ്റി ആൾക്കാർ ഇത് അറിഞ്ഞു വരുന്നുണ്ട്. സിമ്പിൾ ആണ്, ബക്കറ്റിൽ ഡെവലപ്പ് ചെയ്യാൻ വളരെ എളുപ്പമാണ്, ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് വിറ്റഴിക്കാൻ ബുദ്ധിമുട്ടില്ല. സാധാരണ മത്സ്യകൃഷി ചെയ്യുന്ന ആൾക്കാരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങൾ തിലാപ്പിയ, വാള, ഇവൻ വരാല് വളർത്തിയാൽ പോലും അത് മാർക്കറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട്. ഇവിടെ നമുക്ക് ഏറ്റവും പ്രത്യേകത നിങ്ങൾ ചെയ്യുന്നുണ്ട്. മാർക്കറ്റിലോട്ട് ചെല്ലുന്ന കഴിയുമ്പോൾ എല്ലാവർക്കും മീൻ വളർത്താൻ നിങ്ങൾക്ക് അത് പരമാവധി മാർക്കറ്റ് വില ഇടിച്ചിട്ടാണ് അവർ എടുത്തോണ്ടിരിക്കുന്നത്. അതായത് വാളയ്ക്കൊക്കെ മാക്സിമം 40 രൂപ 50 രൂപ ആ റേഞ്ച് കിട്ടുന്നുള്ളൂ. തിലാപ്പിയ 100 രൂപ 120 രൂപ കിട്ടുന്നത്. ആ സ്റ്റൈലാണ് നമ്മളിപ്പോൾ എത്ര ക്രാബ് പ്രൊഡ്യൂസ് ചെയ്താലും അറ്റ്ലീസ്റ്റ് 1000 റുപ്പീസിന് നമുക്ക് ബൈബാക്ക് നമ്മളിപ്പോൾ ഓൾറെഡി എടുക്കുന്നുണ്ട്. അതുകൂടാതെ നിങ്ങൾ എവിടെ പോയാലും നിങ്ങൾക്ക് കിട്ടും. കാര്യം എക്സ്പോർട്ട് ക്വാളിറ്റി ആണത്. ഗ്രേറ്റ്. അപ്പൊ ചേട്ടാ ഇതിന്റെ കൂടെ ഒന്ന് പറയാമോ? പിന്നെ ഇത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ വെള്ളം ഇൻലെറ്റിലൂടെ വന്നുകൊണ്ടിരിക്കുകയാണ് കാണുന്നത്. ഈ വരുന്ന വെള്ളം ഉപ്പുവെള്ളമാണ്. ഇത് ഔട്ട്ലെറ്റിലൂടെ ഇങ്ങോട്ട് വരികയാണ്. വരുന്ന ഈ വെള്ളം നേരെ വരുന്നത് ആദ്യത്തെ ഒരു മെക്കാനിക്കൽ ഫിൽട്രേഷൻ എന്ന് പറയും. ഈ മെക്കാനിക്കൽ ഫിൽറ്ററിന്റെ ഉള്ളിൽ നമുക്ക് വേസ്റ്റ്, സോളിഡ് വേസ്റ്റ് അവിടെ കിടക്കും. നെക്സ്റ്റ് സ്റ്റേജിൽ വരുമ്പോൾ ഇത് ബയോ ഫിൽറ്റർ ആണ്. ബയോ ഫിൽറ്ററിന്റെ അകത്ത് ഇതിന്റെ ലിക്വിഡ് വേസ്റ്റ് അമോണിയ ഉണ്ടാവും. അമോണിയ ഇത് അബ്സോർവ് ചെയ്തിട്ട് അത് MBBR എന്ന് പറയും, മൂവിംഗ് ബെഡ് ബയോ റിയാക്ടർ എന്ന് പറയും. ഇത് പ്ലാസ്റ്റിക് മെറ്റീരിയൽ ആണ്. പക്ഷെ അതിന്റെ പ്രത്യേകം ഇതിന്റെ അകത്ത് കുറേ ബാക്ടീരിയാസിന് കയറി നിൽക്കാനായിട്ട് പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അമോണിയ നൈട്രിഫിക്കേഷൻ പ്രോസസ് ഇതിൻ്റെ അകത്ത് നടക്കും. അന്ന് ഈ നൈട്രിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ നമ്മൾ ഓസോണും യുവിയും കൊടുക്കാറുണ്ട്. അതിനുശേഷം ഇത് നേരെ നമ്മുടെ ഇൻലെറ്റ് ആയിട്ട് ഇതിൻ്റെ അകത്തേക്ക് വരുവാണ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ഒരു കംപ്ലീറ്റ് പ്രോസസ് എന്ന് പറയുന്നത്. അപ്പം ആൾക്കാർക്ക് ഒരു ചെറിയ അറിയാനായിട്ടൊരു ഇതും കൂടെ, നിങ്ങൾ എടുക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഒരു മിനിമം വിലയും മാക്സിമം വില എത്രയാകും ഒരു വർഷം?
അതുപോലെ തന്നെ നിങ്ങൾ വിൽക്കുമ്പോഴത്തേക്കും അതിനൊരു മിനിമം വില മാക്സിമം വില എത്രയാവും? നമുക്ക് കേരളത്തിലാണെങ്കിൽ ഇപ്പോൾ വാട്ടർ ക്രാബ് സീഡ് ക്രാബിന്റെ ഇപ്പോഴത്തെ വില ഏകദേശം 550 to 600 ആണ് പെർ കിലോ വരുന്നത്. അതായത് 500 ഗ്രാമിന്റെ ലോവസ്റ്റ് ആണോ ഹയസ്റ്റ്? ലോവസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു 450 വരെയൊക്കെ പോകാറുണ്ട്. ഹയസ്റ്റ് വന്നു കഴിഞ്ഞാൽ 700 വരെ. ഇനി അത് സെയിൽ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇപ്പോഴത്തെ പ്രൈസ് അനുസരിച്ച് 1200 ആണ് ഏറ്റവും മിനിമം ക്രാബിന് കിട്ടുക. പക്ഷെ 1 കിലോ അതിന് മേളിലേക്ക് മാറുവാണെന്നുണ്ടെങ്കിൽ ക്രാബിന് ഏകദേശം 3000 റുപ്പീസ് പെർ കിലോ എല്ലാ സീസണിലും കിട്ടും. ഇവിടെ സീസൺ 3000 റുപ്പീസ് നമുക്ക് കിട്ടും. അപ്പം നല്ലൊരു കൃഷിയാണ്. അതുപോലെ തന്നെ ഒരുപാട് പഠിക്കാനുണ്ട്. ഞാൻ ഇതിൻ്റെ അകത്ത് അതുകൊണ്ടാണ് ഇപ്പൊ RIS എല്ലാവർക്കും ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ബക്കറ്റ് ഫാമിങ് കൂടുതൽ സിമ്പിൾ ആയിട്ട് ഇപ്പൊ എന്നോട് ചോദിക്കുവാണെങ്കിൽ ഇപ്പൊ നമുക്ക് ഏറ്റവും നല്ലൊരു ഇന്നോവേഷനിലായിട്ട് കാണിക്കാൻ പറ്റും. ഒരു വീട്ടിലായാലും ഹൗസ് വൈഫിനായാലും ആർക്കായാലും ഒരു 50 ലിറ്ററിന്റെ ബക്കറ്റ് ഉണ്ട്. മേ ബി ഒരു 180 റുപ്പീസ് വരും. ക്രാബ് ഒരു 500 റുപ്പീസിന് വാങ്ങാൻ പറ്റും. എയറേഷൻ അക്വേറിയം എയറേഷൻ ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. മിനറൽ മിക്സ് നമ്മളിപ്പോൾ കോമ്പോസ്റ്റും ചെയ്തിരിക്കുന്നത് 50 പൈസ പെർ ലിറ്റർ എന്ന രീതിയിലാണ്. ഡെയിലി നമുക്കൊരു 5 to 6 ലിറ്റർ വെള്ളം മാറിയാൽ പോലും നിങ്ങൾക്ക് ലെസ് ദാൻ 800 റുപ്പീസ് അല്ലെങ്കിൽ ഒരു 1000 റുപ്പീസിൽ നിങ്ങൾക്ക് ക്രാബിനെ മോൾട്ട് ചെയ്യിപ്പിച്ചില്ലെങ്കിൽ പാറ്റേൺ ചെയ്യിപ്പിച്ചെടുക്കാം. ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു 2000 റുപ്പീസിൽ സെയിൽ ചെയ്യാൻ പറ്റിയ പെർ മന്ത് ഒരു 1000 റുപ്പീസ് ഒരു ക്രാബിൽ നിങ്ങൾക്ക് കിട്ടും. സോ ഇറ്റ്സ് എ ബെറ്റർ സൈഡ് ഇൻകം. ഇന്ന് ഇപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞില്ല ഏകദേശം ഒരു 60 പേരോളം നമുക്കൊരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്, സ്ത്രീകൾ ഉൾപ്പെടെ. അപ്പോൾ അവർ എല്ലാ ആഴ്ചയും നമുക്ക് സെയിൽ നടക്കുന്നുണ്ട് കൃത്യമായിട്ട്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ട്രയൽ ചെയ്ത് നോക്കുക. ഒരു മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് റിസൾട്ട് അറിയാനായിട്ട് പറ്റും. നമ്മൾ മറ്റ് ഫാമിങ്ങുകളും നമ്മൾ കാത്തിരിക്കേണ്ടി വരും. ഇത് ഫാറ്റനിങ് പ്രോസസ്സാണ്. ഒരു ബക്കറ്റിന്റെ കാര്യമുള്ളൂ. സിമ്പിൾ ആയിട്ട് നമുക്ക് ട്രയൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും ഇനി ഇതിനെക്കുറിച്ച് അറിയാനും പഠിക്കാനും ഒക്കെ താല്പര്യമുള്ള തീർച്ചയായിട്ടും ഇവിടെ എത്താം. സ്റ്റെം സിസ്റ്റം നമുക്ക് നിങ്ങളെ പോലെ തന്നെ നമുക്ക് ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്. അതിനകത്ത് നമ്മൾ വീഡിയോസ് ഇടാറുണ്ട്. താല്പര്യമുള്ളവർ അതിൽ വരാറുണ്ട്. ഞാൻ അങ്ങനെ കണ്ടാൽ തീർച്ചയായിട്ടും. അപ്പൊ താല്പര്യമുള്ള ആളുകൾ വരിക, ട്രയൽ ചെയ്യുക. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരു കൺസ്യൂമർ സ്റ്റേറ്റ് ആയിട്ടാണ് ഇപ്പോഴും കേരള വളരുന്നത്. അപ്പൊ പ്രൊഡക്ഷൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ തന്നെ നന്നായിട്ട് മാറും. എല്ലാവർക്കും ചെയ്ത് ഒരു ഇൻഡിജീനിയസ് ടൂറിസം സ്റ്റേറ്റ് ആണ്. ആൾക്കാർക്ക് പ്രിഫർ ചെയ്യാം. നമ്മളെപ്പോഴും കുരുമുളകും കാട്ടുമുളകും മറ്റ് ഇതിനെല്ലാത്തിനും ഹൈ റേഞ്ച് കൊടുക്കുന്ന പോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ സീ ഫുഡിനും പുറത്ത് നല്ല ഡിമാൻഡ് ഉണ്ട്. നമുക്കത് വളർത്താനായിട്ട് പറ്റും സിമ്പിൾ ആയിട്ട്. ഓക്കെ. അപ്പം എല്ലാ ഡീറ്റെയിൽസും ക്രാബ് ഫാമിങ്ങിന്റെ മെയിൻ ആയിട്ടും പുള്ളി ഫോക്കസ് ചെയ്യുന്ന ക്രാബ് ഫാമിംഗ്, അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പറഞ്ഞതിന് ഒരുപാട് നന്ദി. സോ ഇതുപോലെ നല്ല വീഡിയോ ആയി വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ.